Hello everyone, welcome to CS Learning Hub. നമ്മൾ ഇതുവരെ FCFS ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം, ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് SSTF ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് വെച്ചിട്ടൊരു എക്സാമ്പിളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്തായാലും ഡിസ്കിൻ്റെ ആർക്കിടെക്ചർ നോക്കണം, എന്നാലേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഡിസ്ക് ആർക്കിടെക്ചറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം? അപ്പോൾ ഇവിടെ സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, റീഡ് റൈറ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റേനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീഡ് റൈറ്റ് ഹെഡ് ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡയറക്ഷനിലേക്ക് അതിൻ്റെ എൻഡ് വരെ, ട്രാക്കിൻ്റെ എൻഡ് വരെ റീച്ച് ചെയ്യും. ദെൻ എന്നിട്ട് അവിടുത്തെ റിക്വസ്റ്റിനെയൊക്കെ സർവീസ് ചെയ്യും. ദെൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് എന്നത്തെ ഡയറക്ഷനിലുള്ള റിക്വസ്റ്റിനെയൊക്കെ സർവീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ നമ്മൾ എലവേറ്റർ അൽഗോരിതം എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിലെന്താ തന്നിരിക്കുന്നത്? എ ഡിസ്ക് കണ്ടെയ്നിങ് 200 ട്രാക്സ്. അപ്പോൾ ഒരു ഡിസ്കിൽ 200 ട്രാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 199, ട്രാക്ക് നമ്പർ 0 to ട്രാക്ക് നമ്പർ 199 വരെ. ഓക്കെ, ദെൻ റിക്വസ്റ്റ് ക്യൂ കണ്ടെയ്ൻ ട്രാക്ക് നമ്പേഴ്സ് 82, 170, 43, 140, 24, 16 ആൻഡ് 190 റെസ്പെക്റ്റീവ്ലി. റിക്വസ്റ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇപ്പോൾ യൂസർ ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് എന്ത് ചെയ്യും? ആ ഡാറ്റ ഏത് ട്രാക്കിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ട്രാക്ക് നമ്പേഴ്സിനൊക്കെ റിക്വസ്റ്റ് ക്യൂലാണ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ കറൻറ്റ് പൊസിഷൻ ഓഫ് റീഡ് റൈറ്റ് ഹെഡിൻ്റെ കറൻറ്റ് പൊസിഷൻ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? മൂവിങ് ടുവേർഡ്സ് ലാർജ് ട്രാക്ക് നമ്പേഴ്സ് ഓൺ ഇറ്റ് സർവീസ് പാസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. റീഡ് റൈറ്റ് ഹെഡ്, ഡിസ്കിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുന്നത് ലാർജ് ട്രാക്ക് നമ്പേഴ്സിലേക്കാണ്, ആ ഡയറക്ഷനിലേക്കാണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നത്. ദെൻ കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ട്രാക്സ് മൂവ്മെൻറ്റ് ബൈ റീഡ് റൈറ്റ് ഹെഡ് യൂസിങ് സ്കാൻ അൽഗോരിതം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ട്രാക്സ് ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എത്ര ട്രാക്സ് എന്നാണ് വന്നത്? 0 to 199. അപ്പോൾ അതാണ് ഇവിടെ 0 to 199 കാണിച്ചേക്കുന്നത്. 200 ട്രാക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ അതായത് 0 to 199 വരെ ട്രാക്സ് ഉണ്ട്. അതിൽ നമ്മുടെ റിക്വസ്റ്റ് ക്യൂവിലുള്ള ട്രാക്സുകളാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ കാണിച്ചിട്ടുണ്ട് 16, 24, 43 ഇങ്ങനെ. ഓക്കെ, ദെൻ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീഡ് റൈറ്റ് ഹെഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 50 എന്നാണ് അല്ലേ? അപ്പോൾ 50ലാണ് ഇപ്പോൾ റീഡ് റൈറ്റ് ഹെഡിൻ്റെ കറൻറ്റ് പൊസിഷൻ. ഓക്കെ, ദെൻ എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? മൂവിങ് ടുവേർഡ്സ് ലാർജ് ട്രാക്ക് നമ്പേഴ്സ്. അപ്പോൾ ലാർജ് ട്രാക്ക് നമ്പേഴ്സിലേക്കാണ്, ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ലാർജ് ട്രാക്ക് നമ്പേഴ്സിലേക്കുള്ള ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരാം 82, ദെൻ 140, ദെൻ 170, ദെൻ 190. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് വരെ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഒരു ഡയറക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ എൻഡ് വരെ 199ഉം, കാരണം നമുക്ക് 200 ട്രാക്സ് ഉണ്ട്, 199ലേക്കും റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യും. ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ? ഇവിടുത്തെ എല്ലാ റിക്വസ്റ്റും സർവീസ് ചെയ്തു. അപ്പോൾ 199ൽ സർവീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ അതും കൂടെ സർവീസ് ചെയ്യും. ഓക്കെ, ദെൻ അവിടെ നിന്ന് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ദെൻ 43, 24, 16, ദെൻ 0ലേക്ക് ഇവിടെ മൂവ് ചെയ്യില്ല. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് എൻഡ് വരെ റീച്ച് ചെയ്യുള്ളൂ. റിവേഴ്സ് ഡയറക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് വരെ പോവില്ല. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 0ലേക്ക് ഇവിടെ മൂവ് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് 0 എന്നുണ്ടെങ്കിൽ 0ലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ 0ലേക്ക് മൂവ് ചെയ്യില്ല. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് അതിൻ്റെ ട്രാക്ക് നമ്പേഴ്സിൻ്റെ എൻഡിലേക്ക് റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ 50 - 82 + 82 - 140 ഇങ്ങനെ ചെയ്യാം. അതിലും എളുപ്പമുള്ള മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ഷൻ വെച്ചിട്ടുള്ള മെത്തേഡ് അല്ലേ? 50 to 199 വരെ ഒരു ഡയറക്ഷനിലേക്കും, ദെൻ 199 to 16 വരെ വേറൊരു ഡയറക്ഷനിലേക്കും ചേഞ്ച് ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ വരാം, 50 - 199, 50 - 199 ഉള്ള സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ 199 - 16. ആൻസർ 332 ആണ്. ടോട്ടൽ
റീഡ് റൈറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അഥവാ സീക്ക് ടൈം എന്ന് പറയുന്നത് 3:32 ആണ്. അപ്പോൾ ഇപ്പോഴും ഡയറക്ഷൻ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലാർജ് ട്രാക്ക് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് ട്രാക്ക് നമ്പേഴ്സിലേക്കാണ് റീഡ് റൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്മോൾ ട്രാക്ക് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുക, മൂവിങ് ടുവേർഡ്സ് സ്മോളർ ട്രാക്ക് നമ്പേഴ്സിലാണെന്നുണ്ടെങ്കിൽ 15 സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോവുക, 43 പോവും, ദെൻ 24 പോവും, ദെൻ 16 പോവും, ദെൻ 0 പോവും. കാരണം ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് വരെ പോവും. ദെൻ ഇതേപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ 82, 140, 170, 190 വരെ പോവുള്ളൂ. 199ലേക്ക് പോവില്ല. അവിടെ 0 വരെ റീച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു ഡയറക്ഷനിൽ എൻഡ് വരെ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷൻ പോകുമ്പോൾ എൻഡ് വരെ റീച്ച് ചെയ്യില്ല. സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷൻ മൂവ് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഡയറക്ഷനിൽ ഇപ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ നെക്സ്റ്റ് ആ ഡയറക്ഷനിലേക്ക് വീണ്ടും പോയിട്ട് സർവീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.